അസ്ഥിയുടെ താഴ്വരയിലേക്ക് അയക്കുകയാണ്. അസ്ഥിയുടെ താഴ്വരയിലേക്ക് ദൈവം അയച്ചിട്ട് സ്തോത്രം അതിന്റെ 1:37 വായിക്കുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ കരം യെഹെസ്കേൽ പ്രവാചകന്റെ വന്നു. നോക്കുക, മോശ മുഖാന്തരം നടത്തിക്കൊണ്ടുവന്ന ജനം സ്തോത്രം യിരെമ്യാവിന്റെ കാലഘട്ടത്തിൽ വകുമ്പോൾ ദൈവത്തിന്റെ വഴി വിട്ടെറിഞ്ഞ് ദൈവത്തിന്റെ മഹത്വത്തെ കളഞ്ഞിട്ട് സാധാരണ വ്യക്തികളായി നോക്കുമ്പോൾ സ്തോത്രം ഇവിടെ യെഹെസ്കേലിന്റെ കാലഘട്ടത്തിൽ വൈദിക ഭാഷയിൽ സ്വർഗം വരെ നോക്കുമ്പോൾ അവർ കാണപ്പെടുന്നത് താഴ്വരയിൽ വലിച്ചെറിയപ്പെട്ട അസ്ഥി കൂടങ്ങൾക്ക് സമമായി കാണപ്പെടുന്നു. അവർ സ്തോത്രം ഭൗതികമായി അവർക്ക് ജീവനുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് നിനക്ക് ജീവനുണ്ടെങ്കിലും സ്തോത്രം അതായത് നിനക്ക് അതേ ജീവനുണ്ട് പേരിട്ട് നീ മരിച്ചവനാകുന്നു. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അങ്ങനെ ഒരു വ്യക്തിയെ സ്തോത്രം ആദ്യം ഇസ്രായേൽ ജനത്തെ ഉപയോഗിക്കുക അനുഗ്രഹിക്കാനായിട്ട് നടത്തുവാൻ മോശയെ ഉപയോഗിച്ചതുപോലെ യെഹെസ്കേലിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ദൈവം കണ്ടു. ഇന്ന് ഇവിടെ ഈ ദേശത്തിൽ ഒരുപാട് പാസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ദൈവം കണ്ട ചില ദൈവദാസന്മാരുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ ദൈവം കണ്ടു. അതുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞത്. സ്തോത്രം. നിങ്ങൾ പാസ്റ്ററുടെ കുടുംബത്തിൽ പാസ്റ്ററിനെ കണ്ടു. അതുകൊണ്ടാണ് അദ്ദേഹം മിനിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരെ കണ്ടത് കൊണ്ടാണ്. അപ്പോൾ ഒരു വേറെ ദൈവദാസനെ കാണുന്നത് പോലെയല്ല നമ്മളെ കണ്ടത്. അങ്ങനെ ഇസ്രായേലിൽ ധാരാളം പേരുണ്ടെങ്കിലും ഒരു പ്രവാചകനെ കണ്ടു. ആ പ്രവാചകൻ സാധാരണ വ്യക്തിയല്ല. 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ വായിക്കേണ്ട ഗബാർ നദീതീരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനാണ്. ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്നു. വടക്ക് നിന്ന് മേഘവും പാളിക്കത്തിന്റെയും കൊടുങ്കാറ്റ് പോലെ അഭിഷേകം വരുന്നു. തുടർന്നും അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ദൈവം അഗ്നികട്ട കൊടുക്കുന്നു ആ പട്ടണത്തിൽ വിതറുവാൻ. അങ്ങനെ അഭിഷിക്തനായ ദേവദാസനെ, പ്രവാചകനെ, ശക്തനായ പ്രാർത്ഥന മനുഷ്യനെ കൊണ്ട് മാത്രമേ ഈ ഇസ്രായേൽ മക്കളെ വീണ്ടും ജീവിപ്പിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന ഒരു പാസ്റ്റർ എവിടെയുണ്ട്? പ്രാർത്ഥിക്കുന്ന ഒരു സുവിശേഷകൻ എവിടെയുണ്ട്? പ്രാർത്ഥിക്കുന്ന പ്രവാചകൻ എവിടെയുണ്ട്? അവനെ കൊണ്ട് ആ ദേശം അനുഗ്രഹിക്കപ്പെടും, ആ പട്ടണം പിടിക്കപ്പെടും. സ്തോത്രം. എത്ര പോരാട്ടത്തിന്റെ മധ്യത്തിൽ കൂടെ ജനം കടന്നുപോയാലും അവരെ കൊണ്ട് രക്ഷയിലേക്ക് നടത്തുവാൻ കഴിയും. ഇന്ന് ഈ വൈകിയ സമയത്ത് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. അടുത്തതായി ഒരു വചനം കൂടെ വായിക്കാം. അതിന്റെ 12-ാം അധ്യായം ഇത് ഇസ്രായേൽ മക്കളൊന്ന് വെളിപ്പെടുത്തുകയാണ്. 37-ാം അധ്യായത്തിന്റെ 11-20 വായിക്കാം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. ഈ അസ്ഥികൾ ആരെന്നാണ്? സ്തോത്രം. ഇസ്രായേൽ സമൂഹം. ഹല്ലേലൂയ. 30 ലക്ഷത്തോളം ജനങ്ങൾ ഫറവോന് അടിമയല്ല എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര തിരിച്ച് ചെങ്കൽ വഴിയായി വന്ന സ്തോത്രം അതേ മരുഭൂമിയിലെത്തിയായ ഇസ്രായേൽ മക്കൾ പ്രത്യാശ നഷ്ടപ്പെട്ടവരായി മുന്നോട്ട് പോകുവാൻ യാതൊരു ആത്മീയമായ ജീവനില്ലാതെ നഷ്ടപ്പെട്ടവരായി സ്തോത്രം തരം കിടക്കുമ്പോൾ ദൈവം അങ്ങനെ വിടുവാൻ ആഗ്രഹിച്ചില്ല. പിന്നെയും അവരെ പുതുക്കി പണിതുകൊണ്ട് പിന്നെയും അവരെ അഭിഷേകത്തിന്റെ തീനാളങ്ങളാക്കി അഗ്നി ജ്വാലയായി ശോഭിക്കുന്നതായ തീപന്തങ്ങളാക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി പകരുവാൻ ഒരു പ്രവാചകനെ